ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ ഞങ്ങളെ സമീപിക്കുന്ന ഒട്ടുമിക്ക ആളുകളുടെയും ആദ്യ ക്വറി നമുക്ക് മുഴുവൻ എമൗണ്ടും റീഫണ്ടായി കിട്ടുമല്ലോ അല്ലേ എന്നാണ്. അപ്പോൾ ഈ റീഫണ്ട് എന്താണ്, എങ്ങനെയാണ് ആ റീഫണ്ട് ജനറേറ്റഡ് ആകുന്നത് എന്നതിനെക്കുറിച്ചൊരു ധാരണ ഇല്ലാത്തതുകൊണ്ടാണ് പലപ്പോഴും അവരിങ്ങനെ സംസാരിക്കുന്നത്. ഇത് മനസ്സിലാക്കാൻ നമ്മളുടെ റീഫണ്ടുകൾ കൃത്യമായി പിടികിട്ടാൻ എങ്ങനെയാണ് റീഫണ്ട് ഉണ്ടാകുന്നതെന്നറിയാം. റീഫണ്ട് ഉണ്ടാകുന്നത് ഒരു വർഷം നമ്മൾ ഏൺ ചെയ്യുന്ന ഇൻകത്തിന് ശരിക്കും പറഞ്ഞാൽ അടുത്ത വർഷം അടുത്ത അസസ്മെൻറ്റ് ഇയറിലാണ് നമ്മൾ ഇൻകം എത്രയാണെന്ന് നമ്മൾ ഡിക്ലെയർ ചെയ്ത് അതിൻ്റെ ടാക്സ് കമ്പ്യൂട്ട് ചെയ്ത് ഗവൺമെൻറ്റിലേക്ക് ടാക്സ് അടച്ച് റിട്ടേൺ ഫയൽ ചെയ്യുന്നത്. എന്നാൽ കഴിഞ്ഞ പ്രീവിയസ് ഇയറിൽ തന്നെ അഡ്വാൻസ് ടാക്സ്, TDS, TCS ഇങ്ങനെ പല രീതിയിൽ നമ്മുടെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യാറുണ്ട്, ടാക്സ് കട്ട് ചെയ്യാറുണ്ട്. ഇങ്ങനെ കട്ട് ചെയ്യപ്പെട്ട ഇൻകം ടാക്സ് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ അടയ്ക്കേണ്ടി വരുന്ന ഇൻകം ടാക്സിനേക്കാൾ കൂടുതലാകുമ്പോഴാണ് നിങ്ങൾക്ക് റീഫണ്ട് കിട്ടുന്നത്. എന്നാൽ അങ്ങനെ കട്ട് ചെയ്യപ്പെട്ട ഇൻകം ടാക്സ് നമ്മൾ അടയ്ക്കേണ്ട ടാക്സിന് അത്രയും വന്നില്ലെങ്കിൽ ബാക്കി എമൗണ്ട് ഇപ്പോൾ അടയ്ക്കുന്നു. നിങ്ങൾ അടച്ച എമൗണ്ടും നിങ്ങൾ അടയ്ക്കേണ്ട എമൗണ്ടും തുല്യമാണെങ്കിൽ 1 രൂപ പോലും അടയ്ക്കുകയും വേണ്ട, 1 രൂപ പോലും റീഫണ്ട് ഉണ്ടാവുകയുമില്ല. ഇതാണ് ശരിക്കും റീഫണ്ടിൽ സംഭവിക്കുന്നത്. എന്നാൽ പലരുടെയും വിചാരം റിട്ടേൺ ഫയൽ ചെയ്താൽ മുഴുവൻ എമൗണ്ടും റീഫണ്ടായി കിട്ടും എന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഏത് സാഹചര്യത്തിലാണ് റീഫണ്ട് കിട്ടുന്നതെന്ന്. ഇനി നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് ശരിക്കും നിങ്ങൾക്ക് എലിജിബിൾ അല്ലാത്ത തരത്തിലുള്ള ഡിഡക്ഷൻസും ഒക്കെ ക്ലെയിം ചെയ്ത് നിങ്ങൾ റീഫണ്ട് എടുക്കാൻ ശ്രമിച്ചാൽ, പലപ്പോഴും പലരും അങ്ങനെ ചെയ്യാറുണ്ട്, അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ഹ്യൂജ് പെനൽറ്റികളും വലിയ ഇഷ്യൂസും പിന്നീട് ഉണ്ടാകാൻ സാധ്യതയുണ്ട്.